നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തിരക്കഥയിൽ എഴുതി ഉണ്ടാക്കാവുന്ന ഒരു സിനിമയല്ല. ഇപ്പം ദൃശ്യം പോലെയൊക്കെ ആണെങ്കിൽ ദൃശ്യത്തിൽ പറയുന്നുണ്ട് ഓഗസ്റ്റ് 1-ാം തീയതി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അന്ന് പാറേപ്പള്ളിയിൽ പെരുന്നാളിന് പോയത് എന്ന് പറയുന്ന പോലെ അതിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ തെളിവുകളും ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, അതിൻ്റെ ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഹോട്ടലിൽ ഒരു പരിചയം ഉണ്ടാക്കുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ അതൊന്നും നടക്കില്ല. ജീവിതത്തിൽ വെച്ചാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ സത്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം എന്താ പറയുക, നമുക്കതിനകത്ത് യാതൊരു പിന്നെ സങ്കടപ്പെടേണ്ട കാര്യങ്ങളില്ല. അതായത് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്താ പറയുക, ഇപ്പം മുഖ്യമന്ത്രി ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരാളുടെ മാത്രമല്ലല്ലോ, അവർ തെളിവുകളെ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാരല്ലേ. അപ്പം തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറേ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയുക, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ് എനിക്കിപ്പോൾ ആ കുട്ടിയോടുള്ളത്. ഒരു കാരണവശാലും ഇത്രയൊക്കെ ചെയ്തെങ്കിൽ പോലും എനിക്ക് ആ കുഞ്ഞിനോട് യാതൊരു വിധത്തിലുള്ള വിരോധവുമില്ല എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ പിന്നെ എന്താ പറയുക, ഇവിടെ പിന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അൻസിബ ഇത്ര ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പോൾ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. തെളിവെന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ പിന്നെ SI മാഡത്തിൻ്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. എനിക്ക് യാതൊരു പരിചയവുമില്ല. ഞാൻ അതിന് മുൻപോ ശേഷമോ ആ മാഡത്തിനെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്താണ് എന്നുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. രണ്ടാമത് അമ്മയിലെ ഒരു ജീവനക്കാരി നൽകിയ പരാതിയായിട്ട് സംബന്ധിച്ചുള്ള അമ്മയിലെ വനിതാ ജീവനക്കാർ ഞങ്ങൾക്കും പരാതി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിന് നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്കെതിരെ പിന്നെ വീണ്ടും കേസുകൾ വരികയും അതിനെ തുടർന്ന് ആ കുട്ടി മറ്റൊരു പരാതി ഞങ്ങളുടെ സെക്രട്ടറിക്കെതിരെ കൊടുത്തതായിട്ടുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനാവില്ല. മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ആരുടെ പരാതി? അതുല്യ പരാതി. അത് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ഞങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടിയതായിരുന്നു. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ജനറൽ ബോഡിയിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും. തീർച്ചയായിട്ടും. ഏത് പരാതിയിൽ? തീർച്ചയായിട്ടും കഴമ്പുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആസിഫ് അലിയുടെ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. ഇല്ല, എനിക്ക് ആക്ച്വലി പിഷു ഒക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പം ഇന്നസെൻ്റ് അങ്കിള് പിന്നെ അമ്മയുടെ പ്രസിഡൻറ്റും ഞങ്ങളുടെ ഇന്നസെൻ്റ് അങ്കിളും മാത്രമായിരുന്നപ്പം നിരവധി തവണ നമ്മൾ അദ്ദേഹത്തെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു MP ആയിട്ട് മാറിയതോട് കൂടിയിട്ട് ഞാൻ അനാവശ്യമായിട്ട് ഒരിക്കൽ പോലും ഇന്നസെൻ്റ് അങ്കിളിനെ വിളിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് നമ്മുടെ നിയമസഭയിലെ ഏറ്റവും പിന്നെ എണ്ണപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു MLA ആണ് ഇന്ന് രമേശ് പിഷാരടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട
സമയം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ എന്നല്ല, ആരെയും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഈ അൻസിബ നടത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണങ്ങൾ വന്ന ഒരാൾ ടിനി ടോമാണ്. കാരണം അൻസിബ മതതീവ്രവാദിയാണെന്ന് വരെ ടിനി ടോം പറഞ്ഞു എന്നും ടിനി ചേട്ടനെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടിനി ചേട്ടനെ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇതൊക്കെ അമ്മയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊന്നും അമ്മയുടെ പെർമിസസിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഏതോ സിനിമയുടെ സെറ്റിൽ എന്നോ നടന്ന കാര്യമാണ്. പിന്നെ അൻസിബയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് അയച്ച മെസ്സേജിലാണെങ്കിൽ പോലും ഒരു മൂന്നാം കക്ഷി ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ടില്ല. ഇതിപ്പം നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത്തരം എന്താ പറയുക, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്, എങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അദ്ദേഹത്തിനെ പോലൊരാൾ ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മതമോ പ്രത്യേക ഒരു രാഷ്ട്രീയമോ ഒന്നും ഉള്ള ഒരാളായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരത് തെളിയിക്കട്ടെ. ഇപ്പോൾ അൻസിബ പരാതി കളിക്കുമ്പോൾ അതിന്റെ കൂടെ സാക്ഷിയായി നിൽക്കുന്ന നീനാക്കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നീനാക്കുറുപ്പും ലക്ഷ്മി ചേച്ചിയായിട്ടുള്ള വിഷയം കുടുംബസംഗമത്തിന് തമ്മിലുള്ള ഓഡിയോ ക്ലിപ്പ് കാര്യം വന്നിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്തൊരു അറ്റാക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതായത് ഇതിപ്പോൾ തുടങ്ങിയതല്ല. അതായത് ഈ അൻസിബയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്തതിന് ശേഷം അൻസിബ ആദ്യം ചെയ്തത് എനിക്കെതിരെ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും, അൻസിബ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കണം. ആദ്യം എനിക്ക് വന്ന ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഊമക്കത്ത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ തളർന്നു പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ എല്ലാത്തിൻ്റെ പിന്നിലും നീന ചേച്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞു, അല്ലെങ്കിൽ നീനാക്കുറുപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പം ഈ നീന ചേച്ചിയും ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇതെന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ശരിക്കും സംശയമുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അൻസിബ അമ്മയുടെ ഒരു അംഗം മാത്രമാണ്. അതെ, സ്ഥാനങ്ങളിൽ ഒഴിഞ്ഞു. എന്നാൽ ചേച്ചിയാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഇപ്പോഴും അമ്മയുടെ സ്ഥാനം വഹിക്കുന്നവരാണ്. അപ്പോൾ അമ്മയ്ക്കെതിരെ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ആയാലും ടിനി ടോമിന്റെ ഭാഗത്തുനിന്നായാലും മറ്റൊരു പരാതി പോകാൻ സാധ്യതയുണ്ടോ? കാരണം അതായത് ഇപ്പം ഈ അൻസിബ ഈ പുറത്ത് വന്നിട്ട് നടത്തുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പുറത്ത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇപ്പം അമ്മയ്ക്കുള്ളിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ സംഘടന പരിശോധിക്കണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാനിതുവരെ രേഖാമൂലം യാതൊരു പരാതികളും കൊടുത്തിട്ടില്ല. എനിക്ക് പരാതികളില്ല, ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും പിന്നെ ഞങ്ങളെയൊക്കെ തെളിവെടുപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതേ കേസൊക്കെ തന്നെയാണ്. അമ്മ കേട്ടില്ല എന്നാണല്ലോ പരാതി. അപ്പം അമ്മ മുൻപും കേട്ടിട്ടുണ്ട്. അൻസിബയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് EC-യിലുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും പിറ്റേ EC തന്നെ അത് പറഞ്ഞു എന്ന് പറഞ്ഞ ആളിനെയൊക്കെ നമ്മുടെ പ്രസിഡന്റ് തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ പിന്നെ എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഞാനും അൻസിബയും മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് എനിക്ക് ഇതുവരെ എൻ്റെ വിവേചന ബുദ്ധി അതിന് സമ്മതിക്കുന്നില്ല. ഇതിൽ അമ്മ എന്തിനാണ് ഇടപെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സംഘടന എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഇരിക്കുന്നതല്ലല്ലോ. സംഘടനയ്ക്ക് സംഘടനയുടേതായിട്ടുള്ള 504 പേരുടെ നിരവധി മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഈ 504 പേരുടെയും പേഴ്സണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ടിരുന്നാൽ അമ്മയ്ക്ക് അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. ഇതെന്താണ്? ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വത്തിൽ ഇരുന്ന സംഘടനയാണ് അമ്മ. അതെ, അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വിഷമം. കുറച്ച് ഒരു അപക്വമായിട്ട് കുറച്ച് വനിതകൾ നേതൃത്വത്തിലേക്ക് വന്നപ്പോഴല്ലേ അതിൽ എല്ലാ വനിതകളും അപക്വം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് കുറെ ആൾക്കാർ ക്ഷമിക്കുന്നു, കുറേ ആൾക്കാർ ഈഗോ ഉള്ളവരുണ്ട്, ചില ആൾക്കാർ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ട് എന്ന് ഊതി വളർത്തി വലുതാക്കുന്നു. മിക്കതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മേശയ്ക്ക് ചുറ്റിനുമല്ല, തമ്മിലൊന്ന് ഹഗ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ. ഇപ്പോഴത്തെ പോലും എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും സമയമൊക്കെ ഈ ഒരു സില്ലി മാറ്ററുമായിട്ട് ഇവിടെ വന്നിരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ അവരുടെ സമയം, എൻ്റെ സമയത്തിനല്ല. അവർ യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ തീർപ്പ് കൽപ്പിക്കേണ്ട വിലപ്പെട്ട സമയമാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഇതിപ്പോൾ അമ്മയുടെ തലപ്പത്ത് ഇപ്പോൾ സ്ത്രീകൾ വന്ന സമയത്ത് ഒരുപാട് പേര് അമ്മയുടെ അകത്തും പുറത്തും കുറേ പേര് എതിർപ്പ് പറഞ്ഞിരുന്നു. അവര് ആരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കുന്നു, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അറിയില്ല മോനെ. നമ്മളെങ്ങനെ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ടോ ഇല്ലയോ? അതൊക്കെ നമ്മൾ സമൂഹത്തിന് വിടുന്നു, കാലത്തിന് വിടുകയാണ്. കാലം സത്യം തെളിയിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ വന്ന് തെളിവെടുപ്പ് നൽകി, ചേച്ചിയുടെ കയ്യിലുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകി. ഇനി ഈ കേസിന്റെ അടുത്ത ഘട്ടം എന്താണെന്നാണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല.
ശരി ശരി. എനിക്ക് പിണക്കം ഇല്ലല്ലോ. ഞാൻ കുടുംബസംഗമത്തിന് ഞാനും അൻസിബ ഒരുമിച്ചല്ലേ ഒരു വിളക്ക് പിടിച്ചിട്ടല്ലേ തിരിതെളിച്ചത്. എനിക്ക് എന്തെങ്കിലും പിണക്കമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ശ്രമിച്ചിരുന്നു അൻസിബേനെ ഇതിനിടയ്ക്ക് വിളിക്കാനോ? പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കാര്യം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ചില വാതിലുകൾ പോളോ കൊയിലോ പറയുന്ന പോലെ ചില വാതിലുകൾ അടച്ചിടുന്നത് തന്നെയാണ് നല്ലത്. അവിടെ നിന്ന് ഒരിറ്റു വെളിച്ചമോ കാറ്റോ വരുന്നില്ലെങ്കിൽ പിന്നെ ആ വാതില് തുറന്നിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.